ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ വീടിൻ്റെ പുറത്താണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത്. ഒരു സ്പെഷ്യൽ ഐറ്റമാണ്, ജോപ്പേട്ടൻ്റെ സ്പെഷ്യൽ ഐറ്റമായ സോസേജ് റോസ്റ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ വീടിൻ്റെ പുറത്ത് നല്ല വൈബൊക്കെ ആയിട്ട് ഉണ്ടാക്കുകയാണ്. ഡാഡി ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി അതുക്കുട്ടനും അമ്മാമ്മയൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമ്മളിന്ന് ഒരു നമുക്ക് സോസേജ് ഫ്രൈ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ബീഫ് റോസ്റ്റും ചിക്കൻ റോസ്റ്റും ഒക്കെ ഉണ്ടാക്കണ പോലെ തന്നെ അതേ ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് സോസേജും ഉണ്ട്, ചിക്കൻ സോസേജും ഉണ്ട്. നമുക്ക് ഒരു റോസ്റ്റ് ഉണ്ടാക്കി നോക്കാം. ഒരു പുറത്തെ വൈബിൽ നമുക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടുന്നത് നമ്മളിപ്പോൾ കുറച്ച് സോസേജ് അരിഞ്ഞിട്ട് സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമുക്ക് ഗരം മസാല, കുരുമുളക് പൗഡർ, അതുപോലെ കുറച്ച് ഉപ്പ്, അങ്ങനെ നമ്മൾ അതിനുള്ള ചേരുവകൾ, മല്ലിപ്പൊടി എല്ലാം നമ്മൾ മീറ്റ് മസാല എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു രണ്ട് സവോള സ്ലൈസ് ആയിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു തക്കാളി, കുറച്ച് കരിവേപ്പില, ആവശ്യത്തിന് നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല നാടൻ എന്താ പറയുക ആട്ടിയ വെളിച്ചെണ്ണയും നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊന്ന് അടുപ്പ് കത്തിക്കാം. പുറത്ത് നല്ല കാറ്റാണ്. ഉള്ളിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് കുറച്ചതിലേക്ക് പെരിഞ്ചീരകം ചേർക്കാം. നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചി, ഈ വക സാധനങ്ങളൊക്കെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നമുക്ക് ആവശ്യത്തിന് സബോള ചേർത്ത് കൊടുക്കാം. 2 സബോള സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ നല്ലോണം മൂത്തതിന് ശേഷമാണ് സബോള നമ്മൾ ഇടേണ്ടത് കേട്ടോ. നന്നായിട്ട് സബോള ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളകും കൂടി ചേർക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കരിവേപ്പിലയും തക്കാളിയും കൂടി അതിലേക്ക് ചേർക്കാം. നല്ല അടിപൊളിയായിട്ട് നല്ല കാറ്റൊക്കെ വീശിട്ടുണ്ട്. നല്ല വൈബാണ് ഇവിടെ നിൽക്കാൻ. നല്ല രസമുണ്ട്. പുറത്തൊരു കുക്ക് ചെയ്യാൻ കുറേ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്താണെങ്കിൽ പറ്റിയൊരു സമയം ഇനിയും ഓരോ യാത്രകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് അതിന് പറ്റിയൊരു സമയം കിട്ടി. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി വരുന്നുണ്ട്. പിന്നെ കുക്കിങ്ങിൽ അധികം വലിയ പരിചയങ്ങളൊന്നും എനിക്കില്ല. പുറവശങ്ങളൊക്കെ സംസാരത്തിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. തക്കാളി, പച്ചമുളക്, സബോള എല്ലാം നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ കറി പൗഡറുകളൊക്കെ ചേർക്കാം. ഉപ്പ് ഞാൻ ആവശ്യത്തിന് ചേർത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പുകൾ ചേർക്കാം. ഇതിൽ നമ്മൾ ആവശ്യത്തിനുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു മസാല മണം ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. പിന്നെ ഇതിൽ ഞാൻ ചേർത്തിയ മുളക് പൊടി, ഉപ്പ്, ഇതൊക്കെ നമ്മുടെ ഒരു ആവശ്യത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. കാരണം നമ്മുടെ കൊച്ചിനും കൂടി കൊടുക്കേണ്ടത് കൊണ്ട് അധികം എരിവൊന്നും ഞാൻ അതിൽ ചേർത്തിയിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഉള്ള എരിവ് കാര്യങ്ങളൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കും, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഓക്കെ, ഇതിൻ്റെതായ ഒരു പച്ചമണമൊക്കെ നമ്മുടെ മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കുറച്ചൊന്ന് മൂടി വയ്ക്കാം. അതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് സോസേജ് ഇടാം.
നമുക്കിതൊന്ന് തിളച്ചുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം. ഏകദേശം തിളച്ചുണ്ടാവണം. ഏകദേശം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ സ്ലൈസ് ആയിട്ട് അരിഞ്ഞ നമ്മുടെ സോസേജ് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ നന്നായിട്ട് നമ്മൾ മുക്കി മസാല പിടിപ്പിച്ചു. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നടു സെൻറ്ററിലേക്ക് ആയിട്ട് ഈ സാധനം ഒന്ന് കൂട്ടി വയ്ക്കാം. കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് നമുക്കൊരു ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് സോസേജിനെ. നമ്മളൊരു ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് ഇളക്കി വിടാം. ഇപ്പോൾ ഏകദേശം നമ്മളൊന്ന് നോക്കിയപ്പോൾ ചാറൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിന് നമ്മളിടയിൽ നമുക്ക് ആവശ്യത്തിന് എരിവുണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് നോക്കുക. ഒക്കെ നമ്മുടെ ആവശ്യാനുസരണം ഈ പറഞ്ഞ ഉപ്പായാലും മുളകായാലും നമ്മൾ ചേർക്കേണ്ട സാധനമാണ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. എരിവ് വേണമെങ്കിൽ അങ്ങനെ. നമ്മുടെ പൊറോട്ടയ്ക്കൊക്കെ നല്ല ഒരു കോമ്പിനേഷൻ ആട്ടോ. പൊറോട്ട ആയിക്കോട്ടെ, ചപ്പാത്തി ആയിക്കോട്ടെ, അതിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ശരിക്കും നമ്മുടെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഏകദേശം ഒരു സെറ്റ് തന്നെയാണ് ഇതിനെല്ലാം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഞാൻ ഒരു 2 മിനിറ്റും കൂടി നമുക്കിതൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, ഒരു 5-8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം ചാറൊക്കെ വെച്ച് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു തരത്തിലേക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിത് ഒരു ബൗളിലേക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് ആവശ്യത്തിന് എല്ലാം പാകത്തോടെ വന്നിട്ടുണ്ട്. നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഏകദേശം നല്ലൊരു പരുവത്തിൽ വന്നിട്ടുണ്ട്. നല്ല മസാലയുടെയും നല്ല വെളിച്ചെണ്ണയും നല്ല മണം വന്നു തുടങ്ങി. കുഴപ്പമില്ല, ഒരുവിധം പാകമായി. നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാൻ പറ്റും. നമുക്കിത് കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. നന്നായിട്ടുണ്ട്. എരിവൊക്കെ നമ്മുടെ പാകത്തിന് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ പൊറോട്ടയുടെ കൂടി ചപ്പാത്തിയുടെ കൂടിയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നല്ലൊരു കോമ്പിനേഷനാണ് ഈ സോസേജ് റോസ്റ്റ് എന്ന് പറയാം. നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. വേറെ ഒന്നും പറയാനൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഈ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചെറിയൊരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.